എമ്മോ കമ്മിറ്റി അന്വേഷിക്കും, അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരട്ടെ. നേരത്തെ സ്വർണ്ണക്കടത്ത് ആവിയായി പോയി, കൊടകര കുഴൽപ്പണം ആവിയായി പോയി. ഈ RSS ADGP നേരിട്ട് ബന്ധമുള്ള RSS അതും കൂടി വന്നാൽ നിയമസാധ്യതയിലേക്ക് പ്രതിപക്ഷത്തിന് പോരാട്ടം ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ആദ്യത്തെ ഗവൺമെന്റിനെതിരായി സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം ഉണ്ടായി. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കും. അതിന്റെ നേതാവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സീനിയർ IAS ഓഫീസറാണ്. ആള് ജയിലിൽ പോയി. 2 കേസ് ജയിലിൽ പോയി. ഒരു കേസ് 100 ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് കുറച്ചു ദിവസം വിശ്രമിച്ച് അടുത്ത കേസിൽ ജയിലിൽ പോയി. സ്വർണ്ണക്കള്ളക്കടത്താണ്. ഇപ്പൊ രണ്ടാമത്തെ ടൈമിലെ ഗവൺമെന്റിനെതിരെ നേരിടുന്നതും സെയിമായിട്ടുള്ള കാര്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട്, 8 കൊല്ലമായല്ല. സ്വർണം കള്ളക്കടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കല്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മൂന്നാമത്തത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ 2 കൊലപാതകം, പിന്നെ കൈക്കൂലി, അങ്ങനെ തുടങ്ങി നിരന്തരമായ ആരോപണങ്ങളാ. മുഖ്യമന്ത്രിയാണെങ്കിൽ മിണ്ടിയിട്ടില്ല. ഞാനിങ്ങനെ വന്നിരിക്കുന്ന പോലെ എന്ത് കൊതിയാണെന്നറിയാമോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ. പാവങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ നമ്മളൊക്കെ അവസാനത്തെ ചോദ്യം വരെ ഇരുന്ന് തരുമല്ലേ. അദ്ദേഹം ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ പൊതുസമൂഹത്തിൽ ഒരു സംശയമുള്ളത്, ഒരു ഭരണകക്ഷി MLA, അതായത് CPM-ന്റെ സിസ്റ്റത്തിൽ സംഭവിക്കാത്ത തരത്തിൽ അസാധാരണമായ ഒരു ഭരണകക്ഷി MLA ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ പറഞ്ഞത് ഇന്നലെ, അതായത് പണ്ട് കോൺഗ്രസിലൊക്കെ ഇതാവുമായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന് പോലും അത് അഫോർഡ് ചെയ്യാൻ പറ്റും. CPM-ന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന വേറെയാണ്. CPM സ്ട്രക്ചറുള്ള, അതിന്റെ ഒരു പ്രത്യേക സ്ട്രക്ചറുള്ള ഒരു പാർട്ടിയിൽ 10 ദിവസമായി വന്നിട്ട് ഒരു ഭരണകക്ഷി MLA വെല്ലുവിളിക്കുകയാണ്. ഏതിന്? തലപ്പത്തിരിക്കുന്ന ആളെ. എന്റെ ഓഫീസിനെ കുറിച്ച് ഒരു ആരോപണം വന്ന അത് ആർക്കെതിരെ? എന്റെ ഓഫീസിലിരിക്കുന്ന എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയാണോ? എനിക്കെതിരെയാണ്. നാച്ചുറലായി ഞാനത് സോൾവ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ചത് പരിഹരിച്ചില്ലെങ്കിൽ എനിക്കൂടി പങ്കിടുന്നതാണ് എന്റെ അർത്ഥം. മുഖ്യമന്ത്രിക്കെതിരായി തുടരെയാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് അനാവശ്യമാണ്, അടിസ്ഥാനരഹിതമാണ്, ഒരു അർത്ഥവും ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്തൊരു ഗതികേടിലാണ് കേരളത്തിലെ CPM നിൽക്കുന്നത്. ഞാൻ തൃപ്തി വരാതെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഞാനും തൃപ്തിയോടുകൂടിയല്ല സംസാരിക്കുന്നത്. ഘടകകക്ഷികൾ മുഴുവൻ പറയുന്നു ഇത് അന്വേഷിക്കണം, ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയാം. ഒരു വലിയൊരു പാർട്ടിയുടെ സംഘടനയാണ് RSS-ുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തിയതിൽ വലിയ അസ്വാഭാവികത എന്താണുള്ളതെന്നാണ്. അത് മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനത്തിന് ഷംസീർ ഇറങ്ങിയതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഷംസീറിന്റെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രസ്താവനയ്ക്ക് മുന്നിൽ വേറെ ഏതോ ലക്ഷ്യമുണ്ട്. ഇതൊന്നും കൂടി ലൈവാക്കാന്നുള്ളതാണ് തോന്നുന്നത്.